കളർ ഏതാണെന്നുള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റ് പറ്റില്ല. അത് നോർമൽ നമുക്ക് കോൺക്രീറ്റ് സ്ട്രക്ചറിലേക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം അതിനകത്തൊരു ലോക്ക് സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ ഡ്രൈവ് കാര്യങ്ങളൊക്കെ വരും. ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ഈ വീടുകളിൽ വോൾ ലൈറ്റുകൾ നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് ലൈറ്റ് ഇട്ട പോലെ ഇട്ട് വെച്ചേക്കണേ. പൂരത്തിൻ്റെ ലൈറ്റ് ഇട്ട പോലെ ആ സൺഷെയ്ഡിൽ മുഴുവൻ ലൈറ്റ്, ഒരു 16 ലൈറ്റ് 17 ലൈറ്റ് ഒറ്റ സിംഗിൾ ഷെയ്ഡിലുണ്ടാവും. തൊട്ടടുത്ത ഷെയ്ഡിലും അത് തന്നെ. എന്നിട്ട് ഇത് ഇടുന്ന എപ്പോഴാണെന്നറിയോ? ഹൗസ് വാമിങ്ങിന് മാത്രം. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്താണ്? ഇന്റീരിയർ ലൈറ്റ്. അതെ, ലൈറ്റ്സ് ഓൺലി ലൈറ്റ്സ്. ഇന്റീരിയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബ്യൂട്ടി ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ലൈറ്റ്സ്. പിന്നെ ലൈറ്റ്സ് ഭയങ്കര പ്രധാനം. ലൈറ്റ്സ് വെച്ചിട്ട് തന്നെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ. നമ്മളിവിടെ തന്നെ ലൈറ്റ് വെച്ചിട്ട് കുറെ പരിപാടി ലൈറ്റിങ്ങിന് തന്നെ ഒരു ആർക്കിടെക്ചറിലുണ്ട്. നമ്മൾ കളർ മാറ്റിയില്ല കുറെ. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൂഡ് മാറ്റാൻ നമ്മുടെ ലൈറ്റിങ്ങിന് കഴിയും. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? ലൈറ്റിൽ എത്ര കളറുണ്ട്? എൻ്റെ കളർ ഇഷ്ടം ഞാൻ പറയാം. ലൈറ്റിൽ എത്ര കളറുണ്ട്? അത് അൺലിമിറ്റഡ്, ഒത്തിരി കളറുണ്ട്. താൻ ഈ നീലയും പച്ചയൊക്കെ ഇട്ട് DJ സെറ്റപ്പ് അല്ല, നമ്മളൊരു ആർക്കിടെക്ചറൽ സീരീസിൽ സംസാരിക്കുവാണ്. അല്ല, സാധാരണ വൈറ്റ്, വാം വൈറ്റ്, കൂൾ വൈറ്റ് അല്ലേ? ഇതാണ് നമുക്ക് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത്. റെഡ് ഗ്രീനും ബ്ലൂ ഒന്നും ഞാൻ കളറല്ലേ, കളറായിട്ടാണ് കൂട്ടിയിരിക്കുന്നത്. എടോ ഇത് അതെ, ഹോം ഇന്റീരിയറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അല്ലാതെ ലൈറ്റിൽ ഹോം ഇന്റീരിയർ എടുക്കാം. വിബ്ജിയോർ മാത്രമേ ഉള്ളൂ. ഇയാള് ചോദ്യം തെറ്റിപ്പോയി. എന്നിട്ട് കിടന്ന് മെഴുകുക. നമ്മുടെ ശരിക്കും പെയിന്റ് മിക്സ് ചെയ്യുന്ന മറ്റേ ടിൻറ്റ് ചെയ്യുന്ന സാധനത്തിനകത്ത് 13 കളേഴ്സ് ആണുള്ളത്, 7 അല്ല. വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് ചാനൽ ആർക്കിഫൈഡ് ടോക്സ്. ഗെറ്റ് ആർക്കിഫൈഡ്. നമുക്ക് അതിൽ തുടങ്ങാം. 13 കളർ. വി ഫോർ വിക്ടറി. 13 കളർ. പല ഫോർമാറ്റ് ഉണ്ട്. RGB ഫോർമാറ്റ് ഉണ്ട്, എനിക്കറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്റീരിയർ കളറിലോട്ട് വരുമ്പോൾ ഇതിനൊന്നും പ്രസക്തിയില്ല എന്നാണ് നമ്മൾ എനിക്ക് മനസ്സിലായില്ല എന്താണെന്നുള്ളത്. അപ്പൊ ഇന്റീരിയർ ലൈറ്റ്സിൽ നമുക്ക് തുടങ്ങാം. അതെ, ടൈപ്സ് ഓഫ് ലൈറ്റ്സ് അതാണ് പറയാനുള്ളത്. അതിന് നമ്മൾ സാധാരണ പണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫിലമെന്റ് ബൾബുകൾ ഇപ്പോഴും ഉണ്ട്. അത് ട്രെൻഡിങ് ആണ്. കാണാൻ നല്ല അട്രാക്റ്റീവ് ആണ്. ഡെക്കറേറ്റീവ് പർപ്പസിന് ഭയങ്കരമായിട്ട് അല്ലാതെ വേറൊരു സാധനം ചിന്തിക്കാനും പറ്റില്ല. വാമാണ് വരുന്നത്. വാമാണ് അതിന് കൂടുതൽ വരുന്നത്. അത് നമ്മൾ കൂടുതലും ഈ പറഞ്ഞ പോലെ ഷോക്കേസ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ മാത്രം ചെയ്തു പോകുന്ന ഫിലമെന്റ്. ഇൻഡിവിജ്വൽ ഇട്ടാൽ തന്നെ ഭയങ്കര അട്രാക്ഷൻ ആണ് ലൈറ്റുകളൊക്കെ. അല്ല, ഈ ലൈറ്റിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ആർക്കിടെക്ചറൽ ലൈറ്റിങ്ങിന്റെ കേസിൽ ലൈറ്റ് എവിടെ കൃത്യമായിട്ട് വീഴണം, എവിടെയൊക്കെ ലൈറ്റ് പതിഞ്ഞു വീഴണം എന്നുള്ളത് എത്ര വാട്ട്സ് ഉണ്ടായിരിക്കണം, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ ഇതിൻ്റെ സീലിംഗ് ഹൈറ്റും അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ഏരിയയും ഒക്കെ അനുസരിച്ച് ഭയങ്കര വ്യത്യസ്തമാണ്. ഉദാഹരണം, നമ്മളിപ്പോൾ ന്യൂട്രൽ വൈറ്റ് അതുപോലെ ന്യൂട്രൽ ആ ഒരു കോൺസെപ്റ്റ് എടുക്കുക. വൈറ്റ് ന്യൂട്രൽ, പിന്നെ ഒന്ന് വോം. ഈ വോമും വൈറ്റും തമ്മിലുള്ള കോൺട്രാക്ഷൻ തന്നെ പലരും ചോദിക്കാറുണ്ട്. അതിൽ പല ആൾക്കാർക്കും ഈ വോം ലൈറ്റ് ഇടാൻ വലിയ ഇഷ്ടമാണ്. അതെ, ശ്രദ്ധിച്ചാൽ മതി. വീടിൻ്റെ പുറത്തും അകത്തും വോമിൻ്റെ ഏറുങ്കളിയായിരിക്കും വരിക. പക്ഷേ ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്ത, മസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല സ്ഥലങ്ങളുണ്ട്. അതിലൊന്ന് കിച്ചണാണ്. 2 പിള്ളേർ പഠിക്കുന്ന ഏരിയയാണ്. വേറെ എവിടെയൊക്കെ നിങ്ങൾക്ക് വാരി വലിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്, ഈ 2 സ്ഥലത്ത് നമുക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയും. കാര്യം റീഡബിലിറ്റി പ്രശ്നം, പിള്ളേർ പഠിക്കുന്നിടത്ത്. മറ്റേത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഇതിൻ്റെ ഓർഡർ, അതായത് ഓർഡർ, കളറ്, ഭക്ഷണത്തിന് വളരെ പ്രധാനപ്പെട്ട സാധനം ഉണ്ടല്ലോ, ഓർഡർ, കളർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിൽ കളർ ഏതാണെന്നുള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റ് പറ്റില്ല. വസ്തുത ലോം ലൈറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് അത് ഒന്നുകൂടെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അവിടെയാണ് കൂടുതൽ നമ്മൾ ന്യൂട്രൽ ലൈറ്റ് യൂസ് ചെയ്യാനായിട്ട് പലരോടും പറയുന്നത്. ബ്രൈറ്റും അല്ല, ന്യൂട്രൽ യൂസ് ചെയ്യാൻ നല്ലത്. ഇപ്പം 3 ഒരൊറ്റ ഇത് കിട്ടുമെന്നേ, എല്ലാം അത് കിട്ടും. അങ്ങനെയാണ്, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. പിന്നെ എനിക്ക് തോന്നുന്നു ബെഡ്റൂമിൽ ഏത് യൂസ് ചെയ്യാം? ബെഡ്റൂമിൽ 2 യൂസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വാമും വേണം, വൈറ്റും വേണം. അത് നമുക്ക് ഈ പറഞ്ഞ സ്വിച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് കൃത്യമാണ്. ഇപ്പം നമുക്ക് ഒരു റീഡിങ് സ്പേസിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് വാം യൂസ് ചെയ്യാം. അത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ ന്യൂട്രൽ യൂസ് ചെയ്യാം. ടോയ്ലറ്റിൽ ഒരു കാരണവശാലും ന്യൂട്രൽ യൂസ് ചെയ്യരുത് അല്ലേ? വാം ഒരിക്കലും ടോയ്ലറ്റിൽ കൊണ്ടിടരുത്. പക്ഷെ അവിടെ ചെറിയ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നമ്മുടെ LED മിററിനകത്തൊക്കെ ഈ പറഞ്ഞ 2 കളർ വരുന്നുണ്ട്. അത് വേറൊരു മൂഡാണ്. മിറർ സൈഡിൽ എനിക്ക് വൈറ്റ് കുറച്ചുകൂടെ വിസിബിലിറ്റി പ്രോപ്പർ ആയിരിക്കും. നമ്മുടെ ഡ്രസ്സിങ്ങിന് എപ്പോഴും നല്ലത് ന്യൂട്രൽ തന്നെയാണ്. ന്യൂട്രലാണ്. ഇനി ലൈറ്റ്സിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ കോബ് ലൈറ്റ്സുകൾ, സിലിണ്ടർ ലൈറ്റുകൾ, സർഫസ് ലൈറ്റുകൾ. അപ്പം ഇതിൽ 2 രീതിയിലാണ് നമുക്ക് ലൈറ്റ്സ് എപ്പോഴും വരുന്നത്. അതായത് നമുക്ക് ജിപ്സം സീലിങ്ങും വിത്തൗട്ട് ജിപ്സോ.
അപ്പോൾ ഇത് ജിപ്സം സീലിംഗിലേക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന കുറേ അധികം ലൈറ്റ്സുകളുണ്ട്. അത് നോർമൽ നമുക്ക് കോൺക്രീറ്റ് സ്ട്രക്ചറിലേക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം അതിനകത്തൊരു ലോക്ക് സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ ഡ്രൈവ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്കത് ഹൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് ജിപ്സത്തിലേക്കേ പറ്റുള്ളൂ. എന്നാൽ ഇപ്പം എനിക്ക് തോന്നുന്നു ലൂക്കർ പോലുള്ള ഡ്യൂട്ടൺ പോലുള്ള കമ്പനികൾ ആ സെയിം സാധനം നമുക്ക് ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്യാനുള്ള രൂപത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊരു ഉദാഹരണമാണ് നമ്മുടെ പ്രൊഫൈൽ ലൈറ്റ്. ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ് പ്രൊഫൈൽ ലൈറ്റ്. നേരത്തെ അത് ജിപ്സത്തിൽ മാത്രം ചെയ്തുകൊണ്ടിരുന്ന സാധനം പിന്നീട് നമ്മുടെ വോളിലേക്ക് വന്നു. നമ്മൾ വോള് കട്ട് ചെയ്തിട്ട് ചെയ്തു തുടങ്ങി. എന്നാൽ ഇപ്പൊ അത് പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് പ്രൊജക്ട് ചെയ്തിട്ട് ഓപ്പൺ സർഫസിൽ ചെയ്യാൻ പാകത്തിന് എനിക്ക് തോന്നുന്നു കുറച്ച് ബെറ്റർ ആണെന്ന് തോന്നുന്നു ഓപ്പൺ സർഫസിലേക്ക് വരുന്ന സമയത്ത്. പിന്നെ മുമ്പ് പണ്ട് കാലങ്ങളിൽ നമ്മൾ ഈ സ്റ്റുഡിയോകളിൽ അല്ലെങ്കിൽ നമ്മളെ ഈ പിന്നെ ഡ്രസ്സൊക്കെ ടെക്സ്റ്റൈൽസിലൊക്കെ കയറി ചില പ്രത്യേകിച്ചും ട്രെൻഡ്സ് അതുപോലുള്ള മാക്സ് പോലുള്ള ഇതിലൊക്കെ അവർ കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്ന മാഗ്നറ്റിക് ലൈറ്റുകളായിരുന്നു. മാഗ്നറ്റിക് ചാനലുകളിൽ ഫോക്കസ് ചെയ്യുന്ന സ്പോട്ട് ലൈറ്റുകളായിരുന്നു. ഇന്ന് അത് വീടുകളിലേക്ക് ആയി തുടങ്ങി. അതിൻ്റെ തന്നെ ചാനൽസിനകത്ത് തിൻ ചാനൽ വന്നു, അൾട്രാ ചാനൽ, അങ്ങനെ കുറേ അധികം വെറൈറ്റീസ് വന്നു. പക്ഷേ ഇപ്പം അതിൻ്റെ ഇൻഡിവിജ്വൽ ലൈറ്റ്സ് നമുക്ക് ഡയറക്റ്റ് സീലിംഗിലേക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഔട്ട്സൈഡും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഒരു ഫോട്ടോ ഫ്രെയിമിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാനും അതിൻ്റെ ജസ്റ്റ് ഈ പറഞ്ഞതുപോലെ ആപ്പ് വഴി നമ്മുടെ ഇതിൻ്റെ ലൂമിയൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കുറേ വെറൈറ്റി വന്നു. പിന്നെ എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ വെളിയിൽ കൊടുക്കുന്ന പോലെ തന്നെ ഔട്ട്സൈഡ് ലൈറ്റുകൾ അതുപോലെ സോളാർ ലൈറ്റ് ഒക്കെ ഒരുപാട് സോളാർ ലൈറ്റ്സ് വന്നു. പിന്നെ ബൊളാർ ലൈറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പല ഷേപ്പ്, പണ്ടുണ്ടായിരുന്ന ഷേപ്പ് ഒന്നും അല്ല ഇപ്പോൾ വരുന്നത്. അപ്പം നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് തോന്നിയ മാസത്തിന് ഷേപ്പുകൾ മാറ്റി കൊടുക്കുന്നു. പിന്നെ അതല്ല എനിക്ക് തോന്നുന്നു IP65, 68 കണത്തിൽ പെടുന്ന ലൈറ്റുകളാണ് വന്നുകൊണ്ടിരുന്നത്. അതിലോട്ടൊക്കെ കൂടുതലായിട്ടും വന്നു. മെറ്റൽ ഫ്രെയിംസ് ഉള്ളത്. ഈ ലൈറ്റിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഇതിൻ്റെ നമ്മുടെ വീടിൻ്റെ ഡിസൈൻ അനുസരിച്ച് ലൈറ്റിൻ്റെ ഡിസൈൻ മാറുന്ന സാഹചര്യങ്ങളും ഉണ്ട്. തീർച്ചയായിട്ടും കോണ്ടംപററി ലൈറ്റ്സിൽ തന്നെ ഇപ്പോൾ ഉള്ളത് ഈ ബ്രാസ് കളറിലുള്ള പഴയ നിയോ ക്ലാസിക്കൽ ശൈലി ലൈറ്റുകൾ ഒരുപാട് ഇപ്പോൾ വരുന്നുണ്ട്. ഒറിജിനൽ ബ്രാസിൽ വരുന്നതുണ്ട്, അതിന് മുടിഞ്ഞ വിലയാണ്. ലുക്ക് ലൈക്ക് ബ്രാസ് വരുന്നതുകൊണ്ട് അതുകൂടി ഈ തുർക്കിഷ് ഡിസൈനിലൊക്കെ ഒറിജിനൽ ബ്രാസിൽ വരുന്നുണ്ട്. ടർക്കിഷ് നല്ല റേറ്റ് ആണ്. ഒന്നാമത്തെ കാര്യം ടർക്കിഷ് എന്ന് പറയുമ്പോൾ നോർമൽ ഒറിജിനൽ ടർക്കിഷ് ഒന്നും പറയാൻ പറ്റത്തില്ല. അതിന് അറബിക് ഡിസൈനുമായിട്ട് ബ്ലെൻഡ് ഉണ്ട്. കറക്റ്റ്. ആ ഒരു അറബിക് നിയോ ക്ലാസിക്കൽ എന്ന് പറയുമ്പോൾ ടർക്കിഷ് അറബിക് ഡിസൈൻ്റെ ഒരു ബ്ലെൻഡ് അതിനകത്തോട്ട് വരുന്നത്. മൊറോക്കൻ പലപ്പോഴും വീട് ചെയ്യുന്ന അവരുടെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. പലപ്പോഴും ഈ ലാസ്റ്റ് ടൈമിലാണ് ലൈറ്റ് പർച്ചേസ് ചെയ്യാൻ പോവുക. അപ്പോൾ അവിടെ കുറേ സാധനങ്ങൾ കാണും, ഇഷ്ടപ്പെടും. പക്ഷേ അതൊന്നും ആ സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് കൊണ്ട് വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഫോൾ സീലിംഗിലേക്ക് വരുന്ന സമയത്ത് തന്നെ നമുക്ക് നേരത്തെ നമ്മൾ ലൈറ്റ് പർച്ചേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു വെയിറ്റ് ഉണ്ടല്ലോ. നമുക്ക് സീലിംഗിലേക്ക് മാത്രം കൊടുക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റിൽ നിന്ന് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു വെയിറ്റ്, ആ സാധനം നമ്മൾ നേരത്തെ കറക്റ്റായിട്ട് ലൈറ്റ് പർച്ചേസ് ചെയ്ത് വെച്ചില്ലെങ്കിൽ പിന്നീട് സമയത്ത് നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അതുപോലെ തന്നെ ഇത്ര ലൈറ്റ്സ് നമുക്ക് റൂമിലേക്ക് വേണം. ഇപ്പം ഫാൻ വരുന്ന സമയത്ത് നമുക്ക് ലൈറ്റ് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫ് ഇതിനകത്തേക്ക് വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും. കിച്ചണിലേക്ക് വരുന്ന സമയത്താണ് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നത്. കാര്യം നമ്മൾ ഓൾറെഡി നേരത്തെ ലൈറ്റോടും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കബോർഡ്സ് ചെയ്യുമ്പോഴത്തേക്ക് പ്രൊഫൈൽ ആദ്യം എന്ത് ചെയ്യും, കബോർഡ്സൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ജിപ്സം ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രൊഫൈൽ കോൺക്രീറ്റിൽ കട്ട് ചെയ്യും. 4 ചുമരുകളിൽ നിന്ന് ഒരു 60 സെൻറ്റിമീറ്ററിലായിരിക്കും ഇത് കട്ട് ചെയ്ത് വെക്കുന്നത്. അന്നേരം ഇത് ഓക്കെയാണ്. പിന്നീട് കിച്ചൺ കബോർഡ് ചെയ്യുന്ന സമയത്ത് അവിടെ 40 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 60 അങ്ങ് പോയി. അപ്പോൾ 2 സൈഡിലേക്ക് 60 സെൻറ്റിമീറ്റർ ആയി, ഒരു സൈഡിൽ 10 സെൻറ്റിമീറ്റർ ആണുള്ളൂ. ലോക തോൽവിയാണ്. അപ്പോൾ അതുകൊണ്ടത് നേരത്തെ പ്ലാൻ ചെയ്യണം. മിനിമം ഓരോ യൂണിറ്റ് എങ്കിലും നമ്മൾ മേടിച്ച് വെച്ചിട്ട് ഇത് പഠിക്കണം. അല്ലെങ്കിൽ ഇത്തരം ഷോപ്പുകളിൽ ഡിസ്പ്ലേ സെൻ്ററുകളിൽ പോയിട്ട് നമ്മൾ കണ്ടിരിക്കണം എന്നുള്ളതാണ്. ഇതിന് വേറൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ ലൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട സാധനം നമ്മളതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് എവിടെയൊക്കെ എത്ര വാട്ട്സ്, നമ്മൾ ആദ്യം പറഞ്ഞു പോയതാണ്. എത്ര വാട്ട്സ് എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മാനേജ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് എവിടെയൊക്കെയോ വെക്കും. പഴയ കണക്കല്ല. പണ്ടെന്ന് പറഞ്ഞാൽ വോൾ മൗണ്ടഡ് ആയിട്ടുള്ള ലൈറ്റ്സ് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിലോട്ട് നമ്മുടെ ഫിലമെൻ്റ് ലൈറ്റുകൾ. അതിനുശേഷം ഇപ്പോൾ സർഫസ് മൗണ്ടഡ് വന്നപ്പോഴത്തേക്കും അതിൻ്റെ ഒരു ആർക്കിടെക്ചർ തന്നെ മാറി. പിന്നെ ലൈറ്റ് നോക്കുമ്പോഴത്തേക്കും വേറൊന്നാണ് ഔട്ട്സൈഡ് ലൈറ്റ്, അതായത് ഔട്ട്സൈഡ് വോൾ ലൈറ്റുകൾ. ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ഈ വീടുകളിലെ വോൾ ലൈറ്റുകൾ നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് ലൈറ്റ് ഇട്ട പോലെ ഇട്ട് വെച്ചേക്കണേ. പൂരത്തിൻ്റെ ലൈറ്റ് ഇട്ട പോലെ ആ സൺഷെയ്ഡിൽ മുഴുവൻ ലൈറ്റ്, ഒരു 16 ലൈറ്റ് 17 ലൈറ്റ് ഒറ്റ സിംഗിൾ ഷെയ്ഡിലുണ്ടാവും. തൊട്ടടുത്ത ഷെയ്ഡിലും അത് തന്നെ. എന്നിട്ട് ഇത് ഇടുന്ന എപ്പോഴാണെന്നറിയോ? ഹൗസ് വാമിങ്ങിന് മാത്രം. പിന്നെ ഇത് ഇടൂല. ഇത് പിന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പോലും നമ്മൾ ഇട്ട് നോക്കത്തില്ല. പ്രാക്ടിക്കലി ഇത് ആവശ്യമില്ല. അതാണ് സീരിയസ് ആയിട്ട് പറയാം. ഇതിൻ്റെ ഒരു കാര്യം. ഒരു സൺഷെയ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സൺഷെയ്ഡ് നമ്മളെന്തിനാണ് ലൈറ്റ്? ഒന്നാ വീട് അതിൻ്റെ ഒരു ബ്യൂട്ടി കാണിക്കുക.
പിന്നെ അതുപോലെ ആ വീടിൻ്റെ ഇപ്പം നമ്മൾ വണ്ടി ഓടുന്ന പോലെ വീട് ഓടി പോകാനൊന്നും പോകണില്ല, അങ്ങനെ ഒരു ഇതുമില്ല. അപ്പോൾ അതിൻ്റെ ബ്യൂട്ടി കൃത്യമായിട്ട് കിട്ടത്തക്ക രീതിയിൽ ചെയ്തു പോകുക എന്നുള്ളത്. അല്ലാതെ നമ്മൾ ഈ വിധാനിച്ചിടുക എന്നുള്ളത് സീരിയൽ ബൾബൊക്കെ ഇടുന്നത് പോലെ ഇട്ട് പോകുന്നുള്ളതിനോട് അത്ര അതതിൻ്റെ ഒരു ആർക്കിടെക്ചറൽ രീതിയിൽ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനം അല്ല. ഇത്തരം പറഞ്ഞ ലൈറ്റുകൾ പിന്നെ അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റ് ഒക്കെ മിനിമം വന്നിട്ട് ഒരു 6 വാട്ട്സ് ഒക്കെ വരും. 10 ലൈറ്റ് 60 വാട്ട്സ് അതിലേക്ക് മാറി. അത് ആൾക്കാർ ആരും യൂസ് ചെയ്യാറില്ല, ജസ്റ്റ് ഒരു ഡിസൈൻ പർപ്പസ് ആണ്. കോമൺ ഒരു ഇങ്ങനെ ഡെക്കറേറ്റീവ് ലൈറ്റ്സ് അല്ല യൂസ് ചെയ്യുന്നത്. യെസ്, എപ്പോഴും അങ്ങനെ തന്നെ. അത് മിക്കവാറും ആൾക്കാർ കാണിക്കുന്ന ഒരു അബദ്ധമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പണ്ട് കാലത്ത്, ഇപ്പം എന്ന് പറയാൻ പറ്റില്ല, പണ്ട് സീലിംഗ് ചെയ്യുമ്പോഴത്തേക്കും ജിപ്സം സീലിംഗ് ചെയ്യുന്ന സമയത്ത് ഇന്നും അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ അത് കണ്ടിട്ട് അതൊരു പുതിയ ട്രെൻഡാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കായിട്ട് പറയുന്നതാണ് പല കളർ ലൈറ്റുകൾ. ഇപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞ RGB ലൈറ്റുകളുടെ ഒരു നിരന്ന ശ്രേണി ഇട്ടേച്ച് ജിപ്സത്തിൻ്റെ ഗോവം വെച്ച് അതിനകത്തോട്ട് ഈ ലൈറ്റും കിട്ടു വെക്കും. ഇപ്പൊ ആ ഒരു ട്രെൻഡ് പോയി. പക്ഷേ കൺസെപ്റ്റ് കാരണം മറ്റേ അഴുക്കൊക്കെ കയറി ഇരുന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. പിന്നെ ഹാങ്ങിങ് ലൈറ്റ്, ഇത് ലൈറ്റിൻ്റെ കേസിൽ ഹാങ്ങിങ് ലൈറ്റ് വരുമ്പം പണ്ടത്തെ നിയോ ക്ലാസിക് ശരിയാണ് ഷാൻലിയറാണ് യൂസ് ചെയ്തിരുന്നത്. ഇന്നത് ഹാങ്ങിങ് ലൈറ്റ് അത് കസ്റ്റമൈസ് ചെയ്യാൻ പാകത്തിന് സംവിധാനങ്ങളായി. ചൈനീസ് ലൈറ്റുകൾ വന്നുകൊണ്ടിരുന്ന 10-15 രൂപ കൊടുക്കുന്നിടത്ത് ഇന്ന് 6-7 രൂപയ്ക്ക് അത് കസ്റ്റമൈസ് ചെയ്യാൻ ആളുണ്ട്. അത് വുഡായിട്ടുള്ള ബോക്സ് പോലെ അടിച്ച് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇനി അതല്ല മെറ്റൽ. അതിനെനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ റബ്വുഡാണ്. റബ്വുഡിൽ ഒരുപാട് വരുന്നുണ്ട്. പക്ഷേ റബ്വുഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിനകത്ത് ഫംഗസ് വരും. അത് പ്രോപ്പറായിട്ട് പോളിഷ് ചെയ്താൽ മതി. അത് പോളിഷ് ചെയ്താൽ അതിന്റെ ഭംഗി പോവുകയും ചെയ്യും. ആ റബ്ബുഡ് നിൽക്കണം. അല്ലെങ്കിൽ പിന്നെ അടുത്ത ഓപ്ഷൻ ടീക്കൂട്ടാണ്. റേറ്റ് കൂടുതലാണ്. ഫംഗസ് വരും റബ്ബുഡിൽ ഭയങ്കരമായിട്ട്. ഞാൻ നമ്മുടെ ചെയ്ത സ്കോറിയോ ലൈറ്റ്സ് ഞാനത് കസ്റ്റമൈസ് ചെയ്യും. നമ്മുടെ സ്കോറിയോ ലൈറ്റ്സ് നിങ്ങളും ചെയ്തിട്ടുണ്ട്, നമ്മൾ വീഡിയോ ആയിട്ടുള്ള അത് 11 ഹാങ്ങിങ് ലൈറ്റ് 11 എണ്ണം കൃത്യമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് അവർ ചെയ്ത്. മറ്റേ നമ്മുടെ എഡിസൺ ബൾബില്ലേ, എഡിസൺ ബൾബിലായിരുന്നു ഇത് ചെയ്തത്. എൻ്റെ ഏരിയയിൽ ഒരൊറ്റ വോം ലൈറ്റ് അത് മാത്രമാണുള്ളത്. അത് വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തു തരികയും ചെയ്തു. അന്നേരണ്ട് 11,000 രൂപയ്ക്ക് ഞാനത് കസ്റ്റമൈസ് ചെയ്ത സാധനമാണത്. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലുള്ള സാധനങ്ങളൊക്കെ പോയി മേടിക്കുന്നതിനേക്കാളും കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടെന്ന് പറയാം. ഇത്ര തന്നെ ഉള്ളൂ. ലൈറ്റ് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. ഏതൊക്കെ ലൈറ്റ്സ് ആണ് നമുക്കത് എവിടെയൊക്കെ നമുക്ക് ആഗ്രഹമുള്ള പോർഷനാണെങ്കിൽ നിങ്ങളുടെ ആർക്കിടെക്ട്സുമായിട്ടോ അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആളോ ആയിട്ടോ ഒന്ന് ഡിസ്കസ് ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇന്ന സാധനം അവിടെ വന്നാൽ കൊള്ളാം, എന്താണ് അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊവിഷൻസ് കാര്യങ്ങളൊക്കെ ഇടുക എന്നുള്ളതാണ്. അല്ലേ? ഓക്കെ, വി ആർ സൈനിങ് ഓഫ്. ആർക്കിഫൈ ടോക്സ്.